നമസ്കാരം. നമ്മളിന്ന് കോയമ്പത്തൂരാണ് ഉള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നട്ടുച്ച നേരത്തും മഞ്ഞ് പെയ്യുന്ന മാഞ്ചൂർ എന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് സന്ദർശിക്കുന്നത്. നമ്മൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മിനി ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാരമട എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് മാഞ്ചൂരിലേക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാഞ്ചൂർ അതുപോലെ കീഴ്കുന്ത എന്ന് പറയും. കീഴ്കുന്ത വരെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മാഞ്ചൂരിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അകലെയായിട്ടാണ് കീഴ്കുന്ത വരുന്നത്. അപ്പോൾ കാരമട നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. കാരമടയ്ക്ക് ശേഷം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ യാത്ര. തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കൃഷിയിടങ്ങളും മറ്റുമൊക്കെ നമുക്ക് ദൂരെയായിട്ട് കാണാമായിരുന്നു. വലിയ മലകളെല്ലാം കാണാമായിരുന്നു ദൂരത്തായിട്ട്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 10 മണിക്ക് അടുത്തായിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 4.5 മണിക്കൂറിനടുത്ത് വേണം നമ്മൾ മാഞ്ചൂരിൽ എത്തിച്ചേരാനായിട്ട്. 43 ഹെയർപിൻ ബെൻഡുകൾ കയറി വേണം നമ്മൾ ഇവിടെ എത്തുവാനായിട്ട്. അതുമാത്രമല്ല, പോണ വഴിയിൽ ആന മറ്റ് വന്യമൃഗങ്ങളെല്ലാം റോഡ് തടസ്സപ്പെടുത്തിയാൽ ഇതിലധികം സമയമെടുക്കും നമ്മൾ അവിടെ എത്തിച്ചേരുവാനായിട്ട്. ഈ ഒരു സ്ഥലത്തേക്ക് മിനി ബസ്സാണ് സർവീസ് നടത്തുന്നത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുള്ളൂ. ചെറിയ ബസ്സുകൾക്ക് പോകാനുള്ള വഴി മാത്രമേ ഈ ഒരു പാതയിൽ ചില സ്ഥലങ്ങളിലുള്ളൂ. അതുമാത്രമല്ല, ഹെയർപിൻ ബെൻഡുകളെല്ലാം എളുപ്പത്തിൽ കയറുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നത്. പൊതുവേ നമ്മൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറേ കൃഷിസ്ഥലങ്ങളും വിജനമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണും. ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയും അതുപോലെ തന്നെ അവിടെ ഒരു കൊച്ചു ടൗണും എല്ലാം നമുക്ക് കാണാം. ഇത്തരത്തിലാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കാണാറുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളത് കൊണ്ട് മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ സ്ഥലം കുറവായതിനാൽ ജനവാസമില്ലാത്ത മേഖല കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ തെങ്ങെല്ലാം നിറയെ കാണുമ്പോൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സെല്ലാം നല്ല അടിപൊളിയായിട്ട് തമിഴ് പാട്ടുകളെല്ലാം വെച്ചുകൊണ്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെളിയങ്കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ കുറച്ച് സമയം നിർത്തി ചായയും മറ്റ് വെള്ളമെല്ലാം കുടിച്ച ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 100 കിലോമീറ്ററിനടുത്താണ് ദൂരം വരുന്നത് മാഞ്ചൂരിലേക്ക്. അപ്പം നമ്മൾ മാഞ്ചൂരിൽ നിന്ന് കീഴ്കുന്ത വരെയാണ് നമ്മൾ പോകുന്നത്. അതുവരെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വെളിയങ്കാട് എന്ന സ്ഥലത്തിന് ശേഷം നമ്മൾ ചുരം കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ മാഞ്ചൂർ മാത്രമേ വലിയ ടൗണുള്ളൂ. അപ്പോൾ ഇടയിലെല്ലാം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ചെറിയ സ്റ്റോപ്പുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടൗണാണ് വെളിയങ്കാട് എന്നത്. അങ്ങനെ നമ്മൾ വെളിയങ്കാട് നിന്നും യാത്ര ആരംഭിച്ച് താഴ്വാരത്തു നിന്ന് നമുക്ക് ശരിക്കും വലിയ മലകൾ ദൂരത്തായിട്ട് കാണാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് സ്ഥലം കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ചുരം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഡ്രൈവർ നല്ല അടിപൊളി തമിഴ് പാട്ടെല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പോൾ യാത്രയിൽ പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള നല്ല തമിഴ് പാട്ടുകൾ ഇടയ്ക്ക് കേൾക്കാം. ഒന്നാമത്തെ ഹെയർപിൻ ബെൻഡാണ് നമ്മൾ കയറുന്നത്. ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ പോകുന്നത്. മുള്ളി എന്ന സ്ഥലം ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുള്ളിയുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുള്ളിയുണ്ട്. നമ്മൾ കേരള ബോർഡറിന് അടുത്തുകൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ മുള്ളി എത്തുമ്പോൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓരോ ഹെയർ പിന്നിന് കയറുമ്പോഴും നമ്മൾ ദൂരത്തേക്കുള്ള കാഴ്ച നമുക്ക് അതിമനോഹരമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളെല്ലാം നമുക്ക് കാണാം ഈ ഒരു യാത്രയിൽ. അപ്പോൾ എന്നാൽ ഈ ഒരു റൂട്ടിൽ അധികം വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഓരോ വാഹനത്തെ കാണുന്നുള്ളൂ കേട്ടോ. എന്നാൽ ചില ബൈക്കേഴ്സിനെല്ലാം നമുക്ക് ഈ റൂട്ടിൽ കാണാമായിരുന്നു. അവരെ ഒരു ഇഷ്ടപ്പെട്ട റൂട്ടായിരിക്കാം ചിലപ്പം ഇത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കേടുപാടും ഇല്ലാത്ത നല്ല റോഡുകളാണ് ഇങ്ങോട്ടുള്ളത്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രമേ വീതിയുള്ളൂ എങ്കിലും നല്ല റോഡുകളാണ് ഇവിടത്തേക്കുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിലെ ഒതുക്കി നിർത്തിയാൽ മാത്രമേ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഈ റൂട്ടിൽ 2 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഒരെണ്ണം രാവിലെയും മറ്റൊന്ന് വൈകിട്ടുമാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. കുണ്ടൂർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ നമുക്ക്. അപ്പോൾ ഒരിക്കലും നമുക്ക് ബോറടിക്കത്തില്ല. അടുത്തായിട്ട് നമ്മൾ അത്തിക്കടവ് എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അത്തിക്കടവും ഇതിനിടയിലുള്ളൊരു ചെറിയ ഗ്രാമമാണ്. ഇതുപോലെയുള്ള 3-4 ഗ്രാമങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ടൗണുമായിട്ട് വളരെ അകലെയാണ്. രാത്രിയെല്ലാം ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഇതിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായിരിക്കും. കാരണം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. നമുക്ക് യാത്രയിൽ തന്നെ ഇവയെ നേരിട്ട് കാണാൻ കഴിയുമെന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ വാഴക്കൃഷിയെല്ലാം നമുക്ക് കാണാൻ കേട്ടോ പോണ വഴിയിൽ. ഇത് പോണ വഴിയിലെ മറ്റൊരു ഗ്രാമമാണ്. മാന്നാർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഒരു ഗ്രാമത്തിലെല്ലാം താമസിക്കുന്നുള്ളൂ കേട്ടോ. ഒരു പ്രത്യേക ഏരിയയിലാണ് വീട് വയ്ക്കുന്നത്. നമ്മൾ ലയങ്ങൾ എന്നെല്ലാം പറയില്ലേ, അതുപോലുള്ള വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരുമിച്ചുള്ള വീടുകൾ. അപ്പോൾ കൃഷിയായിരിക്കാം ഇവരുടെ പ്രധാന വരുമാന മാർഗം. അങ്ങനെ നമ്മൾ മാന്നാറിന് ശേഷം എത്തിയത് മുള്ളിയിലാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുള്ളിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കേരളത്തിനും തമിഴ്നാട്ടിലും ഇടയിലുള്ള ഒരു സ്ഥലമാണ് മുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. അപ്പം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുള്ളിയുണ്ട് ഇവിടെ, അതുപോലെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുള്ളിയുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുള്ളിയിലേക്ക് എത്തിച്ചേരാനായിട്ട് മണ്ണാർക്കാട് അട്ടപ്പാടി വഴി നമുക്കൊരു മുള്ളിയിലേക്ക് ഒരു റൂട്ടുണ്ട്. എന്നാലത് ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഈ റൂട്ട് അടച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം. തമിഴ്നാട് പോലീസിൻ്റെതാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ്. അപ്പം നമ്മൾ ഈ പോണ വഴിയിലെല്ലാം കേരളത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള സസ്യങ്ങളെല്ലാം കാണാം കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പച്ച പോലുള്ള എല്ലാം നമുക്ക് റോഡ് സൈഡിൽ കൂടുതലായിട്ട് കാണാം. മഴയത്ത് ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരിക്കും കേട്ടോ. മഴ സമയങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത് തന്നെ വളരെ കുറവായിരിക്കും. കാരണം ഈ ഒരു ഏരിയയിൽ ചുരമെല്ലാം ഇടിയാനുള്ള സാധ്യത ഉള്ളതിനാൽ. കേരളത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു യാത്ര ചെയ്യാൻ ഇടുക്കി അഥവാ വയനാടെല്ലാമാണ് ഉള്ളത്. എന്നാൽ 43-ലധികം ഹെയർ പിൻ ബെൻഡുകൾ കയറിയിട്ട് അതിലൂടെയുള്ളൊരു ബസ് യാത്ര എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവവും കാഴ്ചയായിരിക്കും നമുക്ക് നൽകുന്നത്. ഈ ഒരു സ്ഥലത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങുമെന്നും ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ബസ് സൈഡാക്കി നിർത്തേണ്ടി വരുമെന്ന് നമ്മളോട് ഡ്രൈവർ പറഞ്ഞു കേട്ടോ. അതുപോലെ രാത്രിയിലുള്ള ട്രിപ്പിൻ്റെ സമയത്ത് ശരിക്കും കുറേ അധികം മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. റോഡിൻ്റെ ചില സ്ഥലങ്ങളിലെല്ലാം മണ്ണ് മാന്തിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതെല്ലാം കരടിയാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. രാത്രി ട്രിപ്പിൻ്റെ സമയത്ത് ശരിക്കും കരടിയെല്ലാം നേരിട്ട് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 25 വർഷത്തോളമായിട്ട് ഈ ഒരു റൂട്ടിൽ സർവീസ് നടത്തുന്ന ആളാണ് നമ്മുടെ ഡ്രൈവർ. ഈ ഒരു സ്ഥലത്തൂടെ വാഹനം ഓടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പരിചയം തന്നെ വേണം. അതുമാത്രമല്ല മൃഗങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അവയെ പ്രകോപിപ്പിക്കാതെ ക്ഷമയോടുകൂടി കാത്തുനിന്ന് യാത്രക്കാരെ സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ളൊരു കഴിവുള്ള ആളായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സ്ഥിരം റൂട്ടിൽ ഇദ്ദേഹത്തെ നിയമിച്ചത്. നമ്മൾ താഴെ നിന്ന് കണ്ടിട്ടുള്ള മലകളെല്ലാം നമുക്ക് അരികത്തായിട്ട് കാണുവാൻ തുടങ്ങി കേട്ടോ. ഏകദേശം നമ്മൾ പകുതി ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് കരുതാം. ഡ്രൈവർ നമ്മളോട് പറഞ്ഞു പകൽ സമയത്തും ധാരാളം ആന ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഒരു റൂട്ടിൽ 43 ഹെയർ പിൻ ബെൻഡുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോണ വഴിയിലെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് പോണ വഴിയിൽ കാണാൻ കഴിയും. ഓരോരോ ഹെയർ പിൻ ബെൻഡുകൾ കയറുമ്പോഴും നമ്മുടെ താഴത്തേക്കുള്ള കാഴ്ച മനോഹരമായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ പോണ വഴിയിലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർ രാത്രി കാലങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ടൗണിൽ എത്തേണ്ട ആവശ്യത്തിന് അവർ എങ്ങനെ എത്തുമെന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. കാരണം ദൂരം മാത്രമല്ല പ്രശ്നം, വന്യമൃഗങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വന്യമൃഗങ്ങളെല്ലാം ഉള്ള സ്ഥലത്തൂടെ എങ്ങനെ അവർ യാത്ര ചെയ്ത് ടൗണിൽ എത്തുമെന്ന കാര്യത്തിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ ഗദ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പം നമ്മൾ ഈ കാണുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് കേട്ടോ. തമിഴ്നാട് ഗവൺമെൻറ്റിന് കീഴിലുള്ള അവരുടെ ക്വാർട്ടേഴ്സും നമുക്ക് കാണാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാഹനം എതിരെ വരുമ്പോഴേ ഒതുക്കി കൊടുത്താൽ മാത്രമേ വരുന്ന വാഹനത്തിന് സുഖമായിട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുന്ത എന്ന ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടുത്തെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്റ്റാഫുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത്. 43-ൽ 38ാമത്തെ ഹെയർ പിൻ ബെൻഡാണ് നമ്മൾ കയറാൻ പോകുന്നത്. റോഡിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്ക് വൃത്തിയായിട്ട് അതുപോലെ ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി റോഡാണ്. നമ്മുടെ ഈ ഒരു യാത്രയിൽ ബൈക്കേഴ്സിനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ ഓരോ ഹെയർ പിൻ ബെൻഡ് കയറി വരുമ്പോഴും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം നല്ല തണുപ്പാണ്. മാത്രമല്ല നല്ല അടിപൊളി പാട്ട് വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. തമിഴ്നാട്ടിൽ അവിടുത്തെ ഗവൺമെൻറ് ബസ്സോ അല്ലെ പ്രൈവറ്റ് ബസ്സോ ഒന്നുമില്ല. എല്ലാ ബസ്സിലും നല്ല ശബ്ദത്തിൽ പാട്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ 28ാമത്തെ ഹെയർ പിൻ ബെൻഡാണ് നമ്മളിപ്പം കയറുന്നത്. ഈ പോണ വഴിയിലെല്ലാം നമുക്ക് ആനപ്പിണ്ടം കാണാം കേട്ടോ.
കുറച്ച് സമയം മുൻപേ വരെ ഇവിടെ ആന ഉണ്ടായിരുന്നതെന്നാണ് ഈ ഒരു പിണ്ടം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. 26ാമത്തെ ഹെയർപിൻ ബെൻഡാണ് നമ്മൾ കയറുന്നത്. നമ്മൾ ഈ കാണുന്നതെല്ലാം ആനപ്പിണ്ടാണ് കേട്ടോ. നമ്മളിവിടെ ഒരു ആനയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു ഹെയർപിൻ ബെൻഡ് കയറുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തായിട്ട് ആന നിൽക്കുന്നുണ്ട്. അവിടെ കാടായതിനാൽ ചെറിയൊരു നമ്മൾ ക്യാമറയിൽ കാണാം, എന്നാൽ അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. തൊട്ടടുത്ത് തന്നെ ആനയുണ്ട്. ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ നമ്മൾ ഈ പോണ വഴിയിലെ. കോട നിറഞ്ഞതിനാൽ നമുക്ക് മുൻപോട്ടുള്ള കാഴ്ചകളൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണുവാനായിട്ട്. അങ്ങനെ ഏകദേശം നമ്മൾ മാഞ്ചൂർ എന്ന സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. അപ്പം റോഡ് സൈഡിലേക്ക് മനോഹരമായിട്ടുള്ള വീടുകളും നിറയെ ചെടികളെല്ലാം നമുക്ക് കാണാം. നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും തേയിലത്തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് വീടുകളും കാണാം. ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പ്, അതുപോലെ തന്നെ ചുറ്റും കോടയാണ്. ദൂരത്തേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നല്ല ശക്തമായിട്ടുള്ള മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ കോട നിറഞ്ഞത് കൊണ്ട് നമുക്ക് കാണുവാനൊന്നും കഴിയുന്നില്ല. നല്ല തണുപ്പുമുണ്ട്. ഓണിക്കണ്ടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഒരു ചെറിയ ടൗണാണ്. കുറേ കൊച്ചു കടകളെല്ലാം ഉണ്ട്. ദൂരത്തായിട്ട് കുറേ വീടുകളും നമുക്കിവിടെ കാണാം. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ബസ് സ്റ്റോപ്പ് കൂടിയാണ് ഇവിടുത്തെ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത് കേട്ടോ. എന്നാൽ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ അത്യാവശ്യം റിസ്ക് എടുത്ത് വേണം വരുവാനായിട്ട്. അപ്പോൾ ഈ ഒരു ചുരം കയറി വരുമ്പോൾ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ചുരത്തിൽ ആനയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ളവർക്ക് അവയുമായിട്ട് ഇടപഴകി ശീലമുള്ളത് കൊണ്ട് വലിയ പ്രയാസമായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ആനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടും. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാവും. അതുപോലെ ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റുകളെല്ലാം പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയെല്ലാം ഇറങ്ങി നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതും അതുപോലെ തന്നെ കാഴ്ചകൾ കാണുന്നതെല്ലാം കുറച്ച് റിസ്ക്കിയാണ്. കാരണം മൃഗങ്ങൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ബസ് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2:30 കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കോട മൂടി കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പം ഞാനിവിടെ യാത്ര ചെയ്യുന്നത് മാർച്ച് മാസമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെയാണെങ്കിൽ വൈകിട്ടും അതുപോലെ തന്നെ പുലർച്ചെയെല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് എങ്ങും കാണാനുണ്ടാവുക. ഇവിടെ നിന്നും ദൂരത്തേക്ക് നോക്കിയാൽ നമുക്ക് ചെറിയ ടൗണുകളെല്ലാം കാണാം. അങ്ങനെ നമ്മൾ മാഞ്ഞൂർ എന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ കാലാവസ്ഥയും സ്ഥലത്തിൻ്റെ പേരും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും മഞ്ഞുള്ള ഊരായിരിക്കാം മാഞ്ഞൂർ. അങ്ങനെ ലോപിച്ച് വന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉച്ച സമയത്തും ഇവിടെ ശക്തമായിട്ടുള്ള മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ ഏകദേശം 2:30 സമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഒരു സമയത്ത് ഇത്രയ്ക്ക് മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വൈകിട്ടും അതുപോലെ പുലർച്ചെയെല്ലാം നല്ല മഞ്ഞായിരിക്കും. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിക്ക് തൊട്ട് അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ 43 ഹെയർപിൻ ബെൻഡുകൾ കയറി ചുരം കയറിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പം ഊട്ടി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മാഞ്ഞൂർ. ഇവിടെ എത്തിച്ചേർന്നാൽ താമസ സൗകര്യമെല്ലാം വളരെ കുറവാണ്. എന്നാലും നമുക്ക് പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ ആകർഷിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ഒരു നാടിനുണ്ട് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് മാഞ്ഞൂരിലേക്ക് ഏകദേശം 100 കിലോമീറ്ററിന് താഴെ മാത്രമാണ് ദൂരമുള്ളത്. എന്നാൽ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ഏകദേശം 4 മണിക്കൂറിലധികം സമയം നമ്മൾ എടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സ്പീഡിൽ ചുരം കയറിയിട്ടാണ് ബസ് വരുന്നത്. അതുകൊണ്ടായിരിക്കുക ഇത്ര സമയം എടുക്കുന്നത്. ഇവിടെ വീടുകളെന്ന് പറയുമ്പോൾ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള ലയങ്ങളെന്നെല്ലാം പറയും വിധമാണ് വീടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പം കയറിയ ബസ്സായാലും പുറമേ നിന്ന് കാണുന്ന ആളുകളായാലെല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ, ഈ ഒരു യാത്രയിൽ അതിൻ്റെ ഭംഗി ആസ്വദിച്ചപ്പോൾ ഊട്ടിയേക്കാളും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ മാഞ്ഞൂർ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ഞൂരിൽ നിന്ന് നമ്മൾ കീൽക്കുന്ത എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മാഞ്ഞൂരിന് തൊട്ട് അടുത്തായിട്ടുള്ള സ്ഥലം തന്നെയാണ് കീൽക്കുന്ത. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയുമ്പോൾ മാഞ്ഞൂർ എന്നാണ്, എന്നാൽ ഇവർ മഞ്ചൂർ എന്നാണ് പറയുന്നത്. മഞ്ഞിൻ്റെ ഊരാണ് മഞ്ചൂർ. നമ്മൾ മാഞ്ഞൂർ ടൗണിൽ എത്തിച്ചേർന്ന് കേട്ടോ. ഇവിടെ കുറച്ച് സമയം നിർത്തി അതിനുശേഷം നമ്മൾ കീൽക്കുന്ത എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ കീൽക്കുന്ത വരെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. മാഞ്ഞൂർ ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ഷേത്രം കാണാം. അതുപോലെ അത്യാവശ്യം നല്ല ടാക്സിയെല്ലാം വാഹനങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. കനറ ബാങ്കും സെൻട്രൽ ബാങ്കും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള കുഞ്ഞു കടകളും ചെറിയ ഹോട്ടൽ മുറികളെല്ലാം ഇവിടെ ലഭ്യമാണ്. റിസോർട്ടുകളും മറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കാം. എന്നാലും നമുക്കധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല. മാഞ്ഞൂർ ടൗൺ എന്ന് പറയുമ്പോൾ ഒരു പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങുകളെല്ലാം കാണാം നമുക്കിവിടെ. പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം വളരെ കുറവായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടൊരു ചായ എല്ലാം കുടിച്ച് വീണ്ടും ബസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ കീൽക്കുന്ത എന്ന സ്ഥലത്തേക്ക് ഏകദേശം 2.5 കിലോമീറ്ററിനടുത്താണ് ഇവിടെ നിന്നും ദൂരം വരുന്നത്. അങ്ങനെ നമ്മൾ മാഞ്ഞൂരിൽ നിന്ന് കീൽക്കുന്തയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അപ്പം മാഞ്ഞൂരിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വേണം
കീൽക്കുണ്ട എത്തുവാനായിട്ട്. വളരെ ചെറിയ റോഡാണ് കേട്ടോ, ഒരു മിനി ബസ്സിന് മാത്രം കഷ്ടി പോകാൻ കഴിയുന്ന റോഡാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രൈവർ അദ്ദേഹം ഈ ഒരു നാട്ടുകാരനാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു യാത്രയിൽ കോയമ്പത്തൂരിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പരിചയപ്പെട്ടു. അവർ ഈ നാട്ടുകാരാണ്. ഒഴിവ് ദിവസങ്ങളിൽ കോയമ്പത്തൂരിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ബസ്സിന് ഒറ്റ ട്രിപ്പ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ എന്ന്. അപ്പം ഡ്രൈവർ കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് മിഠായി എല്ലാം വാങ്ങി കയ്യിൽ കരുതും. അപ്പോൾ ഈ പോണ വഴിയിൽ ഡ്രൈവർ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ഒഴിവ് ദിവസങ്ങളിലാണെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ സമയത്ത് അവർ റോഡ് സൈഡിൽ വന്ന് നിൽക്കും. അവർക്ക് ഇദ്ദേഹം മിഠായി എല്ലാം കൊടുക്കും. അപ്പം തമിഴ്നാട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാഷ അറിഞ്ഞാൽ വളരെ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ. അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. എനിക്കിതുവരെ ഉണ്ടായിരുന്ന അനുഭവം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ പോണ വഴിയിൽ 2 ഭാഗത്തും തേയിലത്തോട്ടാണ് കേട്ടോ. മാഞ്ചൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ പിൻ ബാൻഡുകൾ കയറിയിട്ടാണ് നമ്മൾ അവിടത്തേക്ക് എത്തിയതെങ്കിൽ കീൽക്കുന്തയിലേക്ക് നമ്മൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങണം കേട്ടോ. ഹെയർ പിൻ ബാൻഡുകൾ ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം താഴോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കീൽക്കുന്ത എത്താൻ കഴിയത്തുള്ളൂ. കീൽക്കുന്ത അതുപോലെ തന്നെ കുന്ത എന്നീ 2 സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാം. ഈ പേരുകൾ വന്നിട്ടുള്ളത് നമുക്ക് കുന്ത ഡാമുണ്ട്, അതുപോലെ തന്നെ കുന്ത വാട്ടർഫോൾ. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കുന്ത ഡാം കാണാൻ കഴിയും. നമ്മൾ ഇവിടെ നിന്നും ഊട്ടിക്ക് ബസ്സിൽ പോകുമ്പോൾ കുന്ത ഡാമിന് സമീപത്തൂടെയാണ് നമ്മൾ പോവുക. അങ്ങനെ നമ്മൾ ഏകദേശം കീൽക്കുന്ത എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ബസ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തിരിക്കും. തിരിച്ച് നമ്മൾ മാഞ്ചൂരിലേക്ക് ഈ ഒരു ബസ്സിൽ തന്നെ പോവുകയാണ്. അപ്പം കുറഞ്ഞ സമയം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ബസ്സിൽ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഞ്ചൂരിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ബസ്സാണ് ഇവിടത്തേക്ക് സർവീസ് നടത്തുന്നത്. അതുമാത്രമല്ല ഇവിടെയും രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടെന്നാണ് നമ്മളോട് ഇവിടുത്തുകാർ പറഞ്ഞത്. അപ്പോൾ തൊട്ടടുത്തുള്ള കടക്കാരൻ പറയുകയാണ് രാത്രി കരടിയെല്ലാം വന്നിട്ട് കടയിൽ കയറിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിക്കും. അതുകൊണ്ട് ഇദ്ദേഹം ഫുള്ളി കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഷട്ടറും എല്ലാം ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എത്തിയ സമയത്ത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ മാഞ്ചൂർ കീൽക്കുന്ത യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഊട്ടിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മാഞ്ചൂരിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മാഞ്ചൂരിലേക്ക് ഊട്ടിയിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ മുള്ളി വഴി മാഞ്ചൂരിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ്. അപ്പം 4-5 മണിക്കൂർ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. മാത്രമല്ല വന്യമൃഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ശല്യമോ മറ്റു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രാനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് തമിഴിലെ അടിപൊളി പാട്ടുകളെല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ 43 ഹെയർ പിൻ ബാൻഡുകളെല്ലാം കയറിയിട്ട് മാഞ്ചൂരിലെത്തും. നമ്മളെ കാത്തിരിക്കുന്നത് നട്ടുച്ച നേരത്തും ഭയങ്കരമായിട്ടുള്ള കോടമഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പരസ്പരം കാണാൻ കഴിയാത്ത തരത്തിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കും അവിടെ ഈ ഒരു നട്ടുച്ച സമയത്തും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് മാഞ്ചൂർ എന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.